ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിനുശേഷം തന്നെ അമ്മായിമാർ ധനലക്ഷ്മിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ധനലക്ഷ്മി ഈ കാണിച്ചത്, ഞങ്ങളുടെ കൺമണിയെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അവൾ വലിയ സൂപ്പർ കൺമണിയല്ലേ, എന്തു പറ്റി, അവൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസരം വന്നില്ലേ? കാരണം ആ വരുണിനെ എന്തിനാ വെറുതെ വെറുപ്പിച്ചത്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നെ ഇനി അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, മാത്രമല്ല അവൾക്ക് എപ്പോഴും അടി കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയെന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഇപ്പം കൺമണിക്ക് കൊണ്ടു, ഇനി അവൾ പഠിച്ചോളും എന്ന രീതിയിലൊക്കെ അമ്മായിമാരോട് ധനലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മായിമാരും തിരിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് വരുണിൻ്റെ വീടാണല്ലോ, അവർക്കും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അതിനുശേഷം നമ്മുടെ അച്ഛനോട് പോയി പറയുന്നുണ്ട്, ശ്രീനിവാസനോട് പറയുന്നുണ്ട്, എവിടെ നിങ്ങളുടെ മകൾ കൺമണി, വല്ല ബസ് സ്റ്റാൻഡിലോ അതോ റോഡിൻ്റെ തിണ്ണയിലോ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഒരിക്കലും തന്നെ ഇനി ഒരു വീട്ടിലേക്ക് പ്രവേശനമില്ല. അപ്പോൾ ഇനി തെരുവിൽ കിടന്ന് നരകിക്കേണ്ട അവസരം വരെ വരും. അതുകൊണ്ടാണ് അവൾ ഇവിടുന്ന് പുറത്തിറങ്ങിപ്പോയത്. ഇനിയിപ്പോൾ ഒന്നുകൊണ്ടും അവൾക്ക് മെച്ചപ്പെട്ടു പോകാൻ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അച്ഛനെ വിഷമിപ്പിക്കുന്നുണ്ട്. പിന്നീട് മാനസിയായിട്ടോ കാണിക്കുന്നത്. മാനസ കൃഷ് ഓഫീസിൽ വന്നിട്ട് തന്നെ അപമാനിച്ച കാര്യങ്ങളൊക്കെ ആൻറ്റിയമ്മയോട് വന്ന് പറയാനായിട്ട് പോകുന്നു. കൃഷ് വന്നു, ടൂറോ എന്തൊക്കെ കഴിഞ്ഞ് വന്നു, പക്ഷേ അവൻ എന്നെ വളരെ വൃത്തിയായിട്ട രീതിയിൽ അപമാനിച്ച രീതിയിലാണ് ആൻറ്റിയമ്മയെ സംസാരിച്ചത്. എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എവിടേക്കാണ് പോയത്, എന്താ അവസ്ഥ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ കാര്യത്തിൽ നീ, എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ നീ ഒരിക്കലും ഇടപെടാൻ വരണ്ട എന്നുള്ള പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറയുക ചെയ്തത്. പക്ഷേ ഇതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ആൻറ്റിയമ്മേ. അവൻ്റെ ഉദ്ദേശം വേറെ എന്തോ ആണ്, അവൻ്റെ മനസ്സിൽ വേറെ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ആൻറ്റിയമ്മയോട് തുറന്ന് സംസാരിക്കുകയാണ് കേട്ടോ മാനസ. പക്ഷേ ആൻറ്റിയമ്മയാണെങ്കിലോ അതിനൊക്കെ പോംവഴി ഉണ്ടാക്കാം, നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അവനെ ഒന്ന് ഈ വീട്ടിലേക്ക് ഒന്ന് വന്നോട്ടെ എന്ന് പറയുന്നു. പിന്നീട് നമ്മുടെ കൺമണിയാട്ടോ കാണിക്കുന്നത്. കൺമണി എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കേട്ടോ ഇറങ്ങിയിരിക്കുന്നത്. വരുണിനെ ശരിയാക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നിട്ട് അതിനുശേഷം അവിടെ അച്ഛനൊന്നും ഇല്ല വരുണിൻ്റെ. ആ സമയം നോക്കി എന്നെ കൺമണി അകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ. തന്നോട് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ തീർക്കാൻ, അതായത് പ്രതികാരം തീർക്കാൻ തന്നെ കൺമണി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കൃഷ്ണാണ് നിന്നെ തല്ലിച്ചെത്തിച്ചത്, ഇനി ഞാനായിരിക്കും, ഇനി ഒരിക്കലും ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് വരാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി കൺമണിയുടെ മറ്റൊരു മുഖമാണ് നീ കാണാനായിട്ട് പോകുന്നത്, പാവം പിടിച്ച് എൻ്റെ മുഖമാണ് എന്നും നീ കണ്ടുകൊണ്ടിരുന്നത്, ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല, ഈ അവസ്ഥയിൽ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുണിനിട്ട് തല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൺമണിയെ അടിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ വരുൺ ആകെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ വാതിലൊക്കെ കുറ്റിയിട്ടതിന് ശേഷം തന്നെയാണ് കൺമണി ഇമാതിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. കൺമണിക്ക് ഇനി പക വീട്ടാനുള്ള നാളുകളാണ്. ഇത്രയും നാൾ കണ്ടിട്ടുള്ള കൺമണിയല്ല ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. പേടിച്ച് വിറച്ച് മറ്റുള്ളവരുടെ അടിമത്തത്തിൽ ജീവിക്കുന്ന ഒരു കൺമണിയല്ല നമുക്കിനി കാണാനായിട്ട് പോകുന്നത്. തൻ്റെ ഇടത്തോടു കൂടി നിവർന്നു നിൽക്കുന്ന കൺമണീനെ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ആ വീട്ടിൽ നിൽക്കുമ്പോഴല്ലേ ഒരാളുടെ ഔദാര്യത്തിൽ നിൽക്കേണ്ട ആവശ്യമുള്ളൂ. അവിടുന്ന് അവൾ ഇറങ്ങിക്കഴിഞ്ഞു. കൃഷ്ണൻ്റെ മനസ്സിൽ നിന്ന് അവൾ ഇറങ്ങാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഒരിക്കലും അതുണ്ടാവില്ല. എങ്കിൽ പോലും വരുണിനെ ഇട്ട് നല്ല പണി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ വിശേഷം കഴിയുന്നത്. നാളെ നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും